ഹലോ, എല്ലാവർക്കും ഗ്ലോ വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഓയിൽ റുട്ടീനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മുടിയൊക്കെ ചെടയൊക്കെ കളഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ചീർപ്പ് റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ചീർപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കെട്ട് കളഞ്ഞ് വയ്ക്കാം. മെല്ലെ ചീന്തിക്കൊണ്ടാണ് വരേണ്ടത്. നിങ്ങളുടെ ഒരു ഹെയർ കെയർ എങ്ങനെ ഉണ്ടാവണം, അതായത് ഓയിൽ റുട്ടീൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഹെയർ ടൈപ്പിൻ്റെ അനുസരിച്ചിട്ട് വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് കഴുകിയതായിരുന്നു. അപ്പോൾ എണ്ണമയം ഒന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ ഓയിൽ റുട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് എൻഡ്സും ഒക്കെ. അപ്പോൾ ഞാൻ എപ്പോഴും പോലെ ഞാൻ കാച്ചിയ എണ്ണ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓയിൽ കയ്യിലെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ വിരലൊട്ടിച്ചാൽ മതി. ഫസ്റ്റ് ഇങ്ങനെ റൂട്ട്സിൻ്റെ അവിടെ ഇങ്ങനെ പിടിച്ചൊന്നും വലിക്കേണ്ട ആവശ്യമില്ല. എണ്ണ വയ്ക്കുമ്പോൾ എപ്പോഴും മുടി കൊഴിച്ചിൽ സർവ്വസാധാരണമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് സ്കാൽപ്പിൻ്റെ ഒരു കെയറും പിന്നെ എൻഡ്സിൽ സ്പ്ലിറ്റ് എൻഡ് ഇല്ലാണ്ട് നോക്കണം. ഓക്കെ, പിന്നെ ഒരുപാട് ഡ്രൈയും ആവാൻ പാടുള്ളതല്ല. ഇങ്ങനെ എണ്ണ വെച്ചിട്ടുണ്ട്. ഓക്കെ, എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് മുടിയിൽ. ഓക്കെ, റെഗുലറായി എണ്ണ വെക്കുന്നതും അപ്പോൾ നീറ്റായിട്ട് ഈ സിറമോ ആലോവേറ ജെല്ലോ അതോ ഞാൻ എൻ്റെ വീഡിയോസിൽ പല രീതിയിലത്തെ ഒരു ഹെയർ സ്പ്രേസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ താരനും മുടി കൊഴിച്ചിലൊക്കെ കുറയുന്നതാണ്. ഓക്കെ, ഇക്കാര്യത്തിലെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ ഈ വേനൽക്കാലം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ എങ്ങനത്തെ ഹെയർ ടൈപ്പ് ആയാലും സ്കാൽപ്പിൽ ഡ്രൈനെസ് അധികമാവാറുണ്ട്.
ഉണ്ട്. ഓക്കെ, അപ്പോൾ മോയ്സ്ചറായിട്ട് വെക്കാൻ വേണ്ടിയത് നന്നായി വെള്ളം കുടിക്കണം, എന്നിട്ട് എണ്ണ വെക്കണം. ഓക്കെ, വീക്ക്ലി 3 times വെച്ചാൽ മതിയാവും. ഓക്കെ, ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചീന്തി കൊടുക്കുന്നതാണ്. ഇങ്ങനെ എണ്ണ വെച്ചത് ഇങ്ങനെ വലിച്ചൊന്നും ചീന്തേണ്ട ആവശ്യമില്ല. മെല്ലെ വകുപ്പെടുത്തിട്ട് മെല്ലെ ചീന്തി കൊടുത്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് 1 round. ഓക്കെ, ഞാൻ ക്ലിപ്പ് ഇട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, ചെറുതായിട്ടുള്ള ഒരു ക്ലിപ്പ് ഇട്ട് കൊടുത്തു. ഇത്ര തന്നെ. ഓക്കെ, ഇത് ഒരു 1/2 hour കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, വേറെ വല്ല ഇൻഫെക്ഷൻസ്, അതായത് സ്കാൽപ്പിൽ പല രീതിയിലത്തെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കെയർ എടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. ഓക്കെ, അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.